നമസ്കാരം കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ മറ്റൊരു പുതിയ കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് ബ്രാഹ്മണനും ചതിയനും. വളരെ കാലം മുൻപ് കാശിപൂർ ഗ്രാമത്തിൽ ദേവേന്ദർ എന്നൊരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. ജനങ്ങളുടെ വീടുകളിൽ പൂജകളും മറ്റും ചെയ്തു കൊടുത്താണ് അയാൾ കുടുംബം പോറ്റിയിരുന്നത്. ഒരിക്കൽ ദേവേന്ദർ ബ്രാഹ്മണനെ അടുത്ത ഗ്രാമത്തിലെ ഒരു സേഠ് അയാളുടെ വീട്ടിലെ പൂജാതി കർമ്മങ്ങൾക്കായി ക്ഷണിച്ചു. ദേവേന്ദർ സേഠിന്റെ വീട്ടിൽ പോയി പൂജാർച്ചനകൾ നടത്തി. ദക്ഷിണയായി സേഠ് ദേവേന്ദറിന് ഒരു തടിച്ചു കൊഴുത്ത ആടിനെ കൊടുത്തു. ഇതെടുത്തോളൂ തിരുമേനി, ഈ ഒരു ചെറിയ സമ്മാനം സ്വീകരിച്ചാലും. സേഠ് ബ്രാഹ്മണന് ആടിനെ കൊടുക്കുന്നു. ബ്രാഹ്മണൻ ആശീർവാദം നൽകിക്കൊണ്ട് ആടിനെ വാങ്ങുന്നു. അയാൾക്ക് വളരെ സന്തോഷമായി. ആയുഷ്മാൻ ഭവ. ദേവേന്ദർ ആടിനെയും കൊണ്ട് തന്റെ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നു. ദേവേന്ദറിന് തന്റെ ഗ്രാമത്തിലേക്ക് ഒരു വനത്തിലൂടെയുള്ള വഴിയിലൂടെ കടന്നു പോകണമായിരുന്നു. ആ വനത്തിൽ 3 തട്ടിപ്പുകാർ വസിച്ചിരുന്നു. ഈ വനത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാളെയും ഈ 3 തട്ടിപ്പുകാർ വിഡ്ഢികളാക്കി സാധനങ്ങൾ കൊള്ളയടിക്കുമായിരുന്നു. ഈ 3 പേരും ദേവേന്ദർ ബ്രാഹ്മണന്റെ കൂടെ തടിച്ചു കൊഴുത്ത ആടിനെ കണ്ടപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ തട്ടിപ്പുകാരൻ ആടിനെ കണ്ടിട്ട് പറയുന്നു, ഈ തടിച്ചു കൊഴുത്ത ആടിനെ കൊണ്ട് ഈ ബ്രാഹ്മണന് എന്ത് പ്രയോജനം കിട്ടാനാ? രണ്ടാമനും ഉടൻ തന്നെ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ ചങ്ങാതി. ഈ ബ്രാഹ്മണൻ ഈ ആടിന്റെ പാല് മാത്രം കുടിച്ച് അതിനെ നശിപ്പിച്ചു കളയും. മൂന്നാമൻ കണ്ണു തുറച്ചുകൊണ്ട് പറയുന്നു, നമുക്ക് ഈ ആടിനെ ഈ ബ്രാഹ്മണനിൽ നിന്ന് തട്ടിയെടുത്തിട്ട് അതിന്റെ സ്വാദിഷ്ടമായ മാംസം വേവിച്ച് കഴിക്കാം. ഒരുപാട് നാളായി സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട്. 3 പേരും ബ്രാഹ്മണനിൽ നിന്ന് ആടിനെ തട്ടിയെടുക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. ഒന്നാമൻ ദേവേന്ദർ നടന്നു വരുന്ന ആ വഴിയിലേക്ക് നടക്കുന്നു. ദേവേന്ദറിന്റെ ദൃഷ്ടി ആ തട്ടിപ്പുകാരിൽ പതിഞ്ഞപ്പോഴേക്കും അയാൾ അതിവേഗം നടന്നു വന്ന് ദേവേന്ദറിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഹരേ രാം, ഹരേ രാം. തിരുമേനി, അങ്ങ് ഈ നായയെ ചുമലിലെടുത്തോണ്ട് എങ്ങോട്ട് പോവുക? അങ്ങ് ധർമ്മവും കർമ്മവും ഒക്കെ ഉപേക്ഷിച്ചോ? ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് ബ്രാഹ്മണര് നായകളെ സ്പർശിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തവരാന്ന. എന്നാൽ അങ്ങ് ഇതിനെ എടുത്തോണ്ട് പോകുന്നു. ഹരേ രാം, ഹരേ രാം. വിഷമത്തോടെ പറയുന്നു, ഒന്നുകിൽ നിനക്ക് തലയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ നീ അന്ധന. ഈ ആട് നിനക്ക് ആ നായയായിട്ടാണ് തോന്നുന്നത്? ആദ്യം നീ പോയി നിന്റെ തലയ്ക്ക് വേണ്ട ചികിത്സ ചെയ്യിക്ക. പൊയ്ക്കോടുന്ന് വെറുതെ എന്റെ സമയം മെനക്കെടുത്താൽ മതി. ഒന്നും വിചാരിക്കരുത് തിരുമേനി. ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ഞാൻ കണ്ട കാര്യമാണ്. ബാക്കിയെല്ലാം അങ്ങയുടെ ഇഷ്ടം. ഇത്രയും പറഞ്ഞിട്ട് ഒന്നാമത്തെ തട്ടിപ്പുകാരൻ അവിടെ നിന്ന് പോകുന്നു. ദേവേന്ദർ കുറെ കൂടി ദൂരം പിന്നിട്ടപ്പോഴേക്കും രണ്ടാമത്തെ തട്ടിപ്പുകാരൻ ദേവേന്ദറിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലേ തിരുമേനി, അങ്ങ് ഇത് എന്ത് ചെയ്യാൻ പോവുകയാണ്? അങ്ങേക്കിത് ഒട്ടും ചേർന്ന കാര്യമല്ല കേട്ടോ. ബ്രാഹ്മണൻ ആശ്ചര്യത്തോടെ രണ്ടാമനോട് ചോദിക്കുന്നു, എന്താ ഉണ്ടായത്? അല്ലേ, അങ്ങൊരു ബ്രാഹ്മണനായിട്ട് ഈ ചത്ത കിടാവിനെയും ചുമലിലേറ്റി കറങ്ങുകയാണോ? എന്നോട് പറഞ്ഞാല് അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ ജോലി ചെയ്തു തരാം. ദേവേന്ദർ അത്യന്തം കോപത്തോടെ അലറിക്കൊണ്ട് പറയുന്നു, നീ എന്താ കണ്ണുപൊട്ടനാണോ? ഇത്രയും വലിയ ആട് നിനക്ക് ചത്ത കിടാവായിട്ടാണോ തോന്നുന്നത്? നീ എന്താ പൊട്ടനാണോ? എന്റെ തിരുമേനി എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ കണ്ടത് പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടമുള്ളത് ചെയ്തോളൂ. എന്താ വേണ്ടതെന്ന് വെച്ചാല്. റാം റാം റാം. കാലം പോയ പോക്കേ. ഇത്രയും പറഞ്ഞിട്ട് രണ്ടാമൻ അവിടെ നിന്ന് പോകുന്നു. ദേവേന്ദറും മുന്നോട്ട് നടക്കുന്നു. ആളുകൾ തന്റെ ആടിനെ ചിലപ്പോൾ നായയെന്നും ചിലപ്പോൾ ചത്ത കിടാവെന്നും പറയുന്നത് എന്തിനെന്നോർത്ത് അയാൾ ആശ്ചര്യപ്പെടുന്നു. അയാൾ കൂടെ കൂടെ തലതിരിച്ച് ആ ആടിനെ നോക്കാൻ തുടങ്ങുന്നു. വീണ്ടും വീണ്ടും ഇത് ആടായി തന്നെയാണല്ലോ കാണുന്നത്. അയാൾ നടന്ന് കുറച്ചു ദൂരം കൂടി എത്തിയപ്പോഴേക്കും മൂന്നാമത്തെ തട്ടിപ്പുകാരനും മുന്നിൽ വന്നിട്ട് വളരെ ആശ്ചര്യത്തോടെ പറയുന്നു, എന്റെ പൊന്ന് തിരുമേനി, നിങ്ങൾ ഇത് എന്ത് ഭാവിച്ച? ഇപ്രകാരം ഈ കുതിരക്കുട്ടിയെയും ചുമന്നുകൊണ്ട് നിങ്ങൾ എവിടേക്ക് പോകുക? അങ്ങേക്ക് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതല്ലേ? സമൂഹത്തിലെ മറ്റുള്ളവര് അങ്ങ് ഈ ജോലി ചെയ്യുന്നത് കണ്ടാൽ അവരെന്താ പറയുക? അതോടെ അങ്ങയോടുള്ള അവരുടെ ബഹുമാനം പോലും ഇല്ലാതാകും. എന്തായി പറയുന്നത്? ബ്രാഹ്മണൻ ആശ്ചര്യത്തോടെ പറയുന്നു,
ഇത്രയും വലിയ ആടിനെ നിനക്ക് കുതിരക്കുട്ടിയായിട്ടാണോ തോന്നുന്നത്? ഇത്തവണ ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും അയാളുടെ ശബ്ദത്തിൽ ആദ്യത്തെ പോലുള്ള ദേഷ്യമോ ശക്തിയോ ഇല്ലായിരുന്നു. മൂന്നാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ തിരുമേനി, അങ്ങേക്ക് ഇത് എന്താ പറ്റിയത്? കുതിരക്കുട്ടിയെ ആട്ടിൻകുട്ടിയാണെന്ന് പറയുന്നോ? ചിരിക്കാതെ എന്ത് ചെയ്യും? എന്നിട്ട് ഉറക്കെ ചിരിക്കുന്നു. മൂന്നാമന്റെ വാക്കുകൾ കേട്ടിട്ട് ബ്രാഹ്മണൻ ആശ്ചര്യത്തോടെ ആലോചിക്കുന്നു. അതായത് ഇതുവരെ കണ്ടുമുട്ടിയ 3 പേരിൽ ഒരാൾ ഈ ആടിനെ നായയെന്നും ഒരാൾ ചത്ത കിടാവെന്നും ഒരാൾ കുതിരക്കുട്ടിയെന്നുമാണ് പറഞ്ഞത്. 3 ആൾക്കാരിലെ ഒരാൾ ആടിനെ നായയെന്നും ഒരാൾ ചത്ത കിടാവെന്നും ഒരാൾ കുതിരക്കുട്ടിയെന്നുമാണ് പറഞ്ഞത്. ഇനി ഇത് ചിലപ്പോ കൂടെ വേഷം മാറുന്ന വല്ല ഭൂതപ്രേതവും ആയിരിക്കുമോ? ഇനി ഇതിനെ ഇവിടെ എങ്ങാനും കളഞ്ഞിട്ട് പോകുന്നത് തന്നെയാ നല്ലത്. എന്റെ ഈശ്വരാ, ഇത് കൂടെ വേഷം മാറുന്ന വല്ല ഭൂതമോ പ്രേതമോ ആകാമെന്ന് ചിന്തിച്ചിട്ട് ബ്രാഹ്മണൻ ആടിനെ ഉടൻ എറിഞ്ഞു കളയുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ബ്രാഹ്മണൻ പോയ ശേഷം 3 തട്ടിപ്പുകാരും മരത്തിന് പിന്നിൽ നിന്നിറങ്ങി വന്ന് ആടിനെ പിടിച്ചുകൊണ്ടു പോകുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.